അധ്യായം 5. ഹെയ്ദിയും പീറ്ററും നല്ല കൂട്ടുകാരായി. ആടുകളെയും കൊണ്ട് പീറ്റർ വരുന്നതും കാത്തിരിക്കും ഹെയ്ദി. അവനെ കണ്ടാൽ ഓടിച്ചെല്ലും. രണ്ടുപേരും ഒരുമിച്ച് പുൽമേടുകളിൽ ആടുകളുടെ പിന്നാലെ നടക്കും. പുതിയ ജീവിതം ഹെയ്ദിക്ക് ഇഷ്ടമായി. സ്വച്ഛവും സ്വതന്ത്രവുമായിരുന്നു അവളുടെ ജീവിതം. പക്ഷികളെപ്പോലെ എങ്ങോട്ടും സഞ്ചരിക്കാം, ആരും തടയില്ല, ആരെയും പേടിക്കാനില്ല. ഹെയ്ദിയോടൊത്തുള്ള ജീവിതം അപ്പൂപ്പനും സന്തോഷം നൽകി. അത്തരത്തിലുള്ള ഒരു ജീവിതം അദ്ദേഹം പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഏകനായി കഴിഞ്ഞത് തന്നെ അതുകൊണ്ടാണ്. എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരോടും അനിഷ്ടമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴിതാ ശ്രദ്ധിക്കുവാൻ, സ്നേഹിക്കുവാൻ ഒരു കൊച്ചുമകൾ. അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്ത് സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറിയത്. ലോകം എന്തെന്നറിയാത്ത കൊച്ചുമകളുടെ നിഷ്കളങ്കതയിൽ അപ്പൂപ്പന് കൗതുകം തോന്നി. തെളിഞ്ഞ പകലുകളിൽ കൂട്ടുകാരനുമൊത്തുള്ള ഹെയ്ദിയുടെ കളിയും ചിരിയും സ്ഥിരമായി. ഹെയ്ദി വരാൻ താമസിച്ചാൽ പീറ്റർ കാത്തു നിൽക്കും. അവളില്ലെങ്കിൽ ആടുകളെയും കൊണ്ട് പോകാൻ പീറ്ററിനും കഴിയില്ല. അവൾക്ക് വേണ്ടി എത്ര നേരം കാത്തിരിക്കുവാനും അവൻ തയ്യാറാണ്. എന്നാൽ ഹെയ്ദി ആവട്ടെ കാത്തിരിക്കേണ്ട എന്നാണ് അവനോട് പറയാറുള്ളത്. അപ്പൂപ്പനെ ജോലിയിൽ സഹായിച്ചു കഴിഞ്ഞാലുടൻ അവൾ പുൽമേടിൽ എത്തിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തു. എന്നാലും പുൽമേട്ടിൽ ഹെയ്ദി വരും മുമ്പേ അവൻ നോക്കിയിരിക്കാറുണ്ട്. ഒരു ദിവസം അതിശക്തിയായ തണുത്ത കാറ്റടിച്ചു. കാലാവസ്ഥ മാറുന്നതിൻ്റേത് ആണ്. രാവിലെ അപ്പൂപ്പൻ ഹെയ്ദിയോട് പറഞ്ഞു, മോളെ, ഇന്ന് നീ വീട്ടിൽ തന്നെ നിന്നാൽ മതി, പുറത്തേക്ക് പോവുകയേ വേണ്ട. ഇവിടുത്തെ ശക്തമായ കാറ്റിൽ നീ പാറിപ്പോകും. ഹെയ്ദി കാര്യമറിയാതെ മിഴിച്ചു നിന്നപ്പോൾ അപ്പൂപ്പൻ തുടർന്നു, മോളെ, നിനക്കറിയാഞ്ഞിട്ടാ, ഇവിടുത്തെ കാറ്റിന് ഭയങ്കര ശക്തിയാ. കാറ്റടിക്കാൻ തുടങ്ങിയാൽ പേടിയാകും നിനക്ക്. ഇന്ന് കാറ്റടിക്കാൻ ഇടയ ഉണ്ട്. ഒരു കാറ്റടിച്ചത് തന്നെ നീ കണ്ടതല്ലേ. ഹെയ്ദി എതിരൊന്നും പറഞ്ഞില്ല. പീറ്റർ വിഷമിക്കുമല്ലോ എന്ന് അവൾ ഓർത്തു. ഹെയ്ദി വിചാരിച്ചതുപോലെ തന്നെ പീറ്റർ അവളെ കാണാഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. എവിടെ ഇരുന്നാലും സന്തോഷത്തോടെ ഇരിക്കാനായിരുന്നു ഹെയ്ദിയുടെ ശ്രമം. അപ്പൂപ്പൻ എന്ത് ജോലി ചെയ്താലും ഒരു സഹായിയായി അവൾ ഒപ്പമുണ്ടാകും. അടുത്ത ദിവസവും അതിശൈത്യമായിരുന്നു. തണുപ്പായതുകൊണ്ട് ഹെയ്ദി വരില്ല എന്ന് പീറ്ററിന് തോന്നിത്തുടങ്ങി. പീറ്റർ ഒരു ദിവസം രാവിലെ ഹെയ്ദിയുടെ കുടിലിലെത്തി. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തീ കായുകയായിരുന്നു അവൾ. തണുത്ത് മരവിക്കാറായ കൈകൾ അവനും തീക്കരികിലേക്ക് നീട്ടിപ്പിടിച്ചു. പിന്നെ അത് പതിവായി. പീറ്റർ രാവിലെ തന്നെ കുടിലിലെത്തും. കൈകൾ ചൂടാക്കിക്കൊണ്ട് കുറേ നേരം ഇരുന്ന് ഹെയ്ദിയോട് വർത്തമാനം പറയും. സന്തോഷത്തോടെ തിരിച്ചു പോകും. ഒരു രാത്രി മഞ്ഞ് വീഴാൻ തുടങ്ങി. ഹെയ്ദിക്ക് അത് കാണാൻ കൗതുകം തോന്നി. അവൾ ജനലയിൽ കൂടി നോക്കിക്കൊണ്ടിരുന്നു. മഞ്ഞുകൊണ്ട് നിലം മുഴുവൻ പൊതിയുന്നതായി ഹെയ്ദി കണ്ടു. മഞ്ഞുവീഴ്ച നിൽക്കുന്നതേയില്ല. പുലരുമ്പോഴേക്കും കുടിൽ മഞ്ഞുകൊണ്ട് മൂടിപ്പോകുമെന്ന് തോന്നി. രാവിലെ പുറത്തേക്ക് പോകാൻ വഴിയില്ലായിരുന്നു. വാതിലിനടുത്തൊക്കെ മഞ്ഞുറച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൂപ്പൻ എന്തൊക്കെയോ എടുത്ത് മഞ്ഞ് തുരന്നു മാറ്റിയാണ് വഴിയുണ്ടാക്കിയത്. അധികം കഴിയുന്നതിന് മുന്നേ പീറ്റർ എത്തി. അവൻ വേഗത്തിൽ തീയുടെ അടുത്ത് ഹെയ്ദിക്കൊപ്പം ഇരുന്നു. പീറ്ററെ, നീ എപ്പോഴും ആടുമേയ്ക്കൽ തന്നെയാണോ? അപ്പൂപ്പൻ ചോദിച്ചു. എപ്പോഴുമില്ല, തണുപ്പ് കാലമായില്ലേ, ഇനി സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം. സ്കൂൾ എന്ന് കേട്ടപ്പോൾ ഹെയ്ദിക്ക് അത്ഭുതമാണ് തോന്നിയത്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഹെയ്ദിക്ക് അറിയണം. അവൾ സ്കൂളിനെ പറ്റി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ഉത്തരം പറഞ്ഞ് തീരും മുമ്പേ അടുത്ത ചോദ്യം വരും. പീറ്ററിന് ശ്വാസം മുട്ടുന്നത് പോലെയായി. അപ്പൂപ്പൻ ഇത് കണ്ട് ഉറക്കെ ചിരിച്ചുപോയി. ഒരുവിധം ഹെയ്ദിയെ സമാധാനിപ്പിച്ച് പീറ്റർ തൻ്റെ വിശദീകരണം അവസാനിപ്പിച്ചു. അപ്പൂപ്പൻ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഹെയ്ദി സഹായത്തിന് ചെന്നു. 3 പേരും ഒപ്പമിരുന്ന് ആഹാരം കഴിച്ചു. പോകാൻ നേരം തൻ്റെ അമ്മമ്മയുടെ അടുത്തേക്ക് ഹെയ്ദിയെയും അപ്പൂപ്പനെയും പീറ്റർ ക്ഷണിച്ചു.
പീറ്ററിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഹെയ്ദിക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു. അതിനായി അവൾ അപ്പൂപ്പനെ തിരക്കുകൂട്ടി. അധ്യായം 6. ഓരോ ദിവസവും പല കാരണം പറഞ്ഞ് പീറ്ററിൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശനം അപ്പൂപ്പൻ മാറ്റിവെച്ചു. ഹെയ്ദിക്കാകട്ടെ അങ്ങോട്ട് പോകാൻ തിടുക്കമായി. ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പൂപ്പൻ ഒട്ടും തയ്യാറാവുന്നുമില്ല. തണുപ്പും മഞ്ഞുവീഴ്ചയും ഉള്ളത് തന്നെ കാരണം. എന്നാലും പോകാതെ പറ്റില്ല. ഒടുവിൽ ഹെയ്ദിയുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് അപ്പൂപ്പൻ സമ്മതിച്ചു. പുറത്തുപോയി കുടിലിൻ്റെ പിന്നിൽ നിന്നും ഒരു വലിയ സ്ലെഡ് വലിച്ചുകൊണ്ടുവന്നു. അതിന് പിടിച്ചു നിൽക്കാനുള്ള കമ്പിദണ്ഡും സ്റ്റിയറിംഗ് ചക്രവും ഉണ്ട്. മഞ്ഞ് വീണതുകൊണ്ട് നടന്നു പോകാൻ കഴിയില്ല. സ്ലെഡിൽ കയറി മാത്രമേ പോകാൻ കഴിയൂ. അപ്പൂപ്പൻ വളരെ ശ്രദ്ധിച്ചാണ് സ്ലെഡ് കൊണ്ടുപോകുന്നത്. എങ്കിലും മഞ്ഞിലൂടെ വേഗത്തിൽ തെന്നി തെന്നി പോകുമ്പോൾ പറക്കുകയാണോ എന്ന് തോന്നി ഹെയ്ദിക്ക്. വഴിയൊക്കെ പീറ്റർ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൂപ്പൻ പീറ്ററിൻ്റെ കുടിലിന് മുന്നിൽ സ്ലെഡ് നിർത്തി. ഹെയ്ദിയോട് ഉള്ളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ സ്ലെഡ് വലിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയി. ഹെയ്ദി വാതിൽ തള്ളി തുറന്നു. അത് അടുക്കളയായിരുന്നു. ഒരു സ്റ്റൗവും ഒരു അലമാരിക്ക് മുകളിൽ കുറച്ച് പാത്രങ്ങളുമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അടുത്ത മുറിയിലേക്ക് കടന്നു. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. അതിനടുത്ത മുറിയിൽ 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഒരു ബ്ലൗസ് തുന്നുകയായിരുന്നു. വൃദ്ധയായ മറ്റേ സ്ത്രീ ഒരു മൂലയിൽ കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. നേരെ വൃദ്ധയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ഹെയ്ദി പറഞ്ഞു, "അമ്മുമ്മേ, ഞാൻ ഹെയ്ദി." അമ്മുമ്മ തല ഉയർത്തി നോക്കി. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, "മോള് ആമമ്മാവിൻ്റെ വീട്ടിലേതാണോ?" "അതെ." "മോളെങ്ങനെ വന്നത്? ഒറ്റയ്ക്ക് പോന്നതാണോ?" "ഈ കുടില് വരെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു. സ്ലെഡിൽ കയറ്റിയാണ് അപ്പൂപ്പൻ എന്നെ കൊണ്ടുവന്നത്. എന്നെ ഇവിടെ ആക്കിയ ശേഷം അപ്പൂപ്പൻ തിരിച്ചുപോയി." "നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമോ?" "വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്നെ കാണാതായാൽ അപ്പൂപ്പൻ എന്തായാലും വരും." സംസാരത്തിനിടയിലാണ് ഒരു വാതിൽപ്പാളി ഇളകി തൂങ്ങി നിൽക്കുന്നത് ഹെയ്ദി കണ്ടത്. "അയ്യോ, ഈ ഇളകി തൂങ്ങിയ വാതിലുകൾ എൻ്റെ അപ്പൂപ്പനോട് പറഞ്ഞാൽ ശരിയാക്കി തരും." "എനിക്ക് കാണാൻ കഴിയുന്നില്ല മോളെ. കാറ്റടിക്കുമ്പോൾ അത് ഇളകിയാടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. എല്ലാം പൊളിഞ്ഞു വീണ് ചത്തു പോകുമോ എന്ന് തോന്നും. ഇതൊക്കെ ശരിയാക്കാൻ ഇവിടെ ആരാ ഉള്ളത്?" "അതെന്താ അങ്ങനെ?" താൻ അന്ധയാണെന്ന് അമ്മുമ്മ ഹെയ്ദിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഹെയ്ദി അമ്മുമ്മയുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് എന്നിട്ട് ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. പുറത്ത് മഞ്ഞ് വീഴുന്നുണ്ട്. അത് നോക്കാൻ പറഞ്ഞു. തനിക്ക് കാണാനുള്ള കഴിവില്ലെന്ന് അവർ വിശദീകരിച്ചെങ്കിലും ഹെയ്ദി വിശ്വസിച്ചില്ല. "വേനൽക്കാലത്തെ സൂര്യനെ അമ്മുമ്മയ്ക്ക് കണ്ടുകൂടെ? രാവിലെയും വൈകുന്നേരവും മലഞ്ചെരുവിൽ തീ കത്തുന്നത് പോലെ മറിഞ്ഞിരിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. അതും അമ്മുമ്മയ്ക്ക് കാണാൻ കഴിയില്ലേ?" ഇല്ലെന്ന അർത്ഥത്തിൽ അമ്മുമ്മ തലയാട്ടി. ഹെയ്ദിക്ക് അമ്മുമ്മയുടെ കഴിവില്ലായ്മ അസഹ്യമായി. അവൾ കരയാൻ തുടങ്ങി. അമ്മുമ്മ അവളെ ആശ്വസിപ്പിച്ചു. അമ്മുമ്മയെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്താണ് അവൾക്ക് ദുഃഖം ഏറിയത്. ഇനിയും അവൾ കാണാൻ വരുമെന്നും അപ്പൂപ്പനെ കൂടെ കൊണ്ടുവരാമെന്നും ഹെയ്ദി പറഞ്ഞു. അപ്പൂപ്പൻ വന്നാൽ ഇളകിയ വാതിലും മറ്റും ഉറപ്പിക്കാമെന്നും അവൾ ഉറപ്പുകൊടുത്തു. പക്ഷെ അവർക്കത്ര വിശ്വാസമായില്ല. കാരണം മലമുകളിൽ നിന്നും അമ്മാവൻ പുറത്തിറങ്ങുക അപൂർവമായിരുന്നു. ഹെയ്ദി അപ്പൂപ്പനെ കാണാതെ വിഷമിച്ചു നിൽക്കെ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പൂപ്പനെത്തി. വഴിയിൽ വെച്ച് ഹെയ്ദി അമ്മുമ്മയെക്കുറിച്ച് പറഞ്ഞു. അവരുടെ കുടിൽ പലയിടത്തും ഇളകിയത് നന്നാക്കി കൊടുക്കണമെന്ന് ഹെയ്ദി അപ്പൂപ്പനോട് ആവശ്യപ്പെട്ടു. അപ്പൂപ്പന് അതിൽ ഒട്ടും താല്പര്യമുള്ളതായി കണ്ടില്ല. ഹെയ്ദിക്ക് അങ്ങനെ ചെയ്താലേ തൃപ്തിയാകൂ എന്ന് വാശി പിടിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ ഹെയ്ദി അപ്പൂപ്പനെയും കൂട്ടി പീറ്ററുടെ കുടിലിലെത്തി. അമ്മുമ്മയെയും പീറ്ററുടെ അമ്മയെയും അവൾ ചുംബിച്ചു. അപ്പൂപ്പൻ പുറത്തുള്ളതറിഞ്ഞപ്പോൾ അവൾ ആശ്ചര്യപ്പെട്ടു. പീറ്ററുടെ അമ്മ ബ്രിഡ്ജ് പുറത്ത് ചെന്ന് നോക്കി. അപ്പോൾ അമ്മാവൻ ഇളകി വീഴാറായ ആ കതക് ശരിയാക്കുകയായിരുന്നു. അധ്യായം 6 ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ കഥ കേട്ട
എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഇതുവരെ അവതരിപ്പിച്ച കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.